അസ്സലാമലൈക്കും. എന്റെ മോന് സുഖമില്ലാത്ത മോനാണ്. എന്റെ മോനെ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ട് തെരഞ്ഞെടുത്ത് എന്നെ നോക്കേണ്ട മോനാണ്. എന്റെ മോനെ അസുഖങ്ങളൊക്കെ മാറ്റി തരങ്ങൾ മക്കളെ. എന്റെ മോന്റെ കാര്യം വിഷമാണ്. ഞാൻ വിഷമിക്ക് ജീവിക്കാനുണ്ട് മക്കളെ. എന്റെ മോനെ രക്ഷപ്പെടുത്തി തന്നെ. അസ്സലാമലൈക്കും. ഇതിൻ്റെയൊക്കെയാണ് ഞങ്ങൾക്ക് 2 ചെറിയ മക്കളാണുള്ളത്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. പഠിച്ചവനെ ഞങ്ങളെ കൈവിടരുത്. അസ്സലാമലൈക്കും. ഇതിൻ്റെ ഉപ്പയാണ്. അപ്പോൾ എല്ലാവരും പണം സഹായിക്കണം. വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. പഠിച്ചവനോർത്ത് എല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ദർവേഷ് എന്ന് പറയുന്ന ഈ സുഹൃത്തിന് വേണ്ടിയാണ്. ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ വിളിയങ്കോട് പഞ്ചായത്തിൽ 10ാം വാർഡിൽ എരമംഗലം നാക്കോലയിൽ താമസിക്കുകയും ഇപ്പോൾ മാറഞ്ചേരി പഞ്ചായത്തിലെ 10ാം വാർഡിൽ താമസിക്കുകയും ചെയ്യുന്ന ദർവേഷ് എന്ന് പറയുന്ന സുഹൃത്താണ്. ഇദ്ദേഹം 3 വർഷക്കാലമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവാസിയായിരുന്നു. 3 വർഷക്കാലമായിട്ട് ആഴ്ചയിൽ 3 ഡയാലിസിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വൃദ്ധയായ ഒരു മാതാവാണുള്ളത്. മാതാവിന്റെ അവസ്ഥ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭാര്യ ജോലിക്ക് പോയിട്ടാണ് ഇന്ന് ഈ കുടുംബം കഴിയുന്നത് തന്നെ. വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. ഈ ഒരു അസുഖം വന്നതിന് ശേഷം സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്. കിഡ്നി മാറ്റിവെക്കാനെന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്, ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഡയാലിസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. കിഡ്നി നൽകാൻ കുടുംബത്തിലെ ആളുകൾക്ക് അസുഖം, ഷുഗറിന്റെ ഒക്കെ പ്രശ്നമുള്ളത് കൊണ്ട് അകന്ന ഒരു സുഹൃത്താണ് നമുക്ക് ഇദ്ദേഹത്തിന് കിഡ്നി നൽകാമെന്നായിട്ടുള്ളത്. 35 ലക്ഷം രൂപയോളം നമുക്ക് ഇതിന് സാമ്പത്തികമായിട്ട് ബാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളും ഇദ്ദേഹത്തെ കൈവിടരുന്ന അഭ്യർത്ഥിക്കുകയാണ്. 6ാം ക്ലാസ്സിലും +1നും പഠിക്കുന്ന 2 കുരുന്നുകൾ മാത്രമാണ്. പിന്നെ വൃദ്ധയായ ഒരു മാതാവിനും ഈ ഒരു സഹോദരിക്കും ഇദ്ദേഹം മാത്രമാണുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പറും കമ്മിറ്റിക്കാരും എല്ലാവരും ഇവിടെ ഉണ്ട്, ജനപ്രതിനിധികൾ, അവർ സംസാരിക്കും. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് സുലൈഖ റസാഖ്. എൻ്റെ വാർഡിലാണ് ദർവേഷ് താമസിക്കുന്നത്. 3 കൊല്ലമായിട്ട് വളരെ ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിയിലൂടെയാണ് ദർവേഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയാലിസിസ് പോലും ഫലിക്കാത്ത രൂപത്തിലാണ് ഇപ്പം ഉള്ളത്. എത്രയും പെട്ടെന്ന് നമുക്ക് കിഡ്നി മാറ്റി വെക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തണം. അപ്പൊ അകമഴിഞ്ഞ് എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും. ഞാൻ ഷാജി കാളിയത്തേലാണ്. ദർവേഷ് എന്നുള്ള സഹോദരൻ എൻ്റെ അടുത്ത അനുജനാണ്. എരമംഗലം പ്രദേശത്താണ് താമസിച്ചിരുന്നത്. വിളിയങ്കോട് പഞ്ചായത്തിലെ 10ാം വാർഡിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ മാറഞ്ചേരി പഞ്ചായത്ത് 10ാം വാർഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം പ്രവാസിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തിന് കിഡ്നി അസുഖം വന്നത്. പിന്നെ നാട്ടിൽ തിരിച്ചെത്തി സാമ്പത്തികമായിട്ടൊക്കെ ഡയാലിസിസ് ചെയ്തിട്ടൊക്കെ സാമ്പത്തികമായിട്ട് തകർന്നു. വളരെ മോശമായ